ഹായ് ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 11th സ്റ്റാൻഡേർഡിലെ +1 ചാപ്റ്റർ 1 സെറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സെറ്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. എന്താണ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് ഉള്ള ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെ നമുക്ക് എന്ത് പറയാം? സെറ്റ്സ് എന്ന് പറയാം. ഓക്കെ, സെറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു മാത്സിൻ്റെ ടീച്ചർ ഒരു ക്ലാസ്സിൽ കയറി ചെന്നെന്ന് കരുതുക. ആ ടീച്ചർ കുട്ടികളോടായിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഈവൻ നമ്പേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ക്യാൻ യു ഷെയർ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് പറയും? ഉടനെ 2, 4, 6, 8 ഇതാണല്ലോ നമ്മുടെ ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഇരട്ട സംഖ്യകൾ. അപ്പോൾ ഇതെന്താ വെൽ ഡിഫൈൻഡ് ആണ്, ഇതിൽ ഒരു മാറ്റവും ഇല്ല അല്ലേ. ഒരു ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ ആ എല്ലാ കുട്ടികളും ഒരേ സ്വരത്തിൽ 2, 4, 6, 8, 10 അങ്ങനെയായിരിക്കുമല്ലോ പറയുക. സോ ഇതിനെയാണ് എന്ത് പറയുക? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റാസ് പറയാം കേട്ടോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് മിസ്സ് ചോദിക്കുകയാണ്. ക്ലാസ്സിൽ ചെന്നൊരു മിസ്സ് ചോദിക്കുകയാണ്, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമല്ലേ. ഒറ്റ സംഖ്യയിൽ അറിയാത്ത കുട്ടികളുണ്ടാവില്ല. എന്തായിരിക്കും പറയുക? 1, 3, 5, 7 എന്നായിരിക്കും പറയുക. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറാണ് ഒരു ക്ലാസ്സിൽ കയറി ചെന്നാൽ കുട്ടികളോട് ചോദിക്കുകയാണ് വവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ കുട്ടികൾ പറയും AE, IOU. ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇതെപ്പോഴും അതൊരു ഡെഫിനറ്റായിട്ട് അങ്ങനെ തന്നെ അത് നിൽക്കും. ഇനി നോക്കുക, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ കൗണ്ടിങ് നമ്പേഴ്സ് എന്താണത്? 1, 2, 3, 4, 5, 6 അങ്ങനെ പോകും. ദെൻ ഓൾ നമ്പേഴ്സ് അല്ലേ. ഓൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴോ അതിൻ്റെ കൂടെ ഈ 1, 2, 3, 4 കൂടെ എന്തും കൂടെ കാണും? 0 എന്നും കൂടി കാണും. 0, 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി ഇപ്പോൾ ഈ സെറ്റ്സിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സൈനാണ് ഈ കാണുന്നത് അല്ലേ. ഡബിൾ ബ്രാക്കറ്റ്സ് ഓർ കേളി ബ്രാക്കറ്റ്സ് എന്നാണ് നമ്മളിതിനെ പറയുക. ക്ലിയർ ആയല്ലോ അല്ലേ. ഡബിൾ ബ്രാക്കറ്റ്സ് ഓർ കേളി ബ്രാക്കറ്റ്സോ നമുക്കിവിടെ പറയാം. അപ്പോൾ അതാണ് സെറ്റ്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ വായിക്കുക? സെറ്റ് 2, 4, 6, 8. ഇവിടെയോ സെറ്റ് 1, 3, 5, 7. ഇവിടെയോ സെറ്റ് AE, IOU. അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ്, ഈ കാണുന്ന സൈനിനെയാണ് നമ്മൾ സെറ്റും കൂടി പറയുന്നത്. അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു കളക്ഷനെ നമ്മൾ ഒരു സെറ്റിനകത്താണ് ഇടുന്നത്. ആ സെറ്റിൻ്റെ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സെറ്റ് 2, 4, 6, 8 etc. Then set of odd numbers 1, 3, 5, 7 അതുപോലെ അങ്ങനെ പോകും അല്ലേ. വവൽസ് എന്ന് പറഞ്ഞാൽ സെറ്റ് AE, IOU. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കോമ ഇട്ട് തരംതിരിച്ചിട്ടുണ്ടല്ലേ എല്ലാത്തിനെയും. അതുപോലെ നാച്ചുറൽ നമ്പേഴ്സ്, ദെൻ ഓൾ നമ്പേഴ്സ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലേ. എ സെറ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സിനെയാണ് എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ക്ലിയർ ആയല്ലോ അല്ലേ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ആ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾക്ക് ഇത്രയും നല്ലൊരു അറിവ് കൊണ്ടുവന്ന് തന്നൊരു വ്യക്തിയെക്കുറിച്ച് പോലും നമ്മൾ അറിയണമല്ലോ അല്ലേ. അപ്പോൾ അതാണിത് കേട്ടോ. തിയറി ഓഫ് സെറ്റ്സ്. ഈ സെറ്റ്സ് എന്നുള്ള ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുത്ത ആരാണ്? ഒരു ജർമ്മൻ മാത്തമെറ്റീഷ്യനാണ് അതെടുത്തത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ജോർജ് കാൻഡർ. സോ അതുകൂടി എല്ലാവരും ഓർക്കുക. ഓക്കെ, ജോർജ് കാൻഡറാണ് ഈ സെറ്റ്സ് എന്നുള്ള ഇത്രയും നല്ലൊരു അറിവ് കുട്ടികളിലേക്ക് പകർന്നു തന്ന ആദ്യത്തെ വ്യക്തി. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ സെറ്റ്സിനെയൊക്കെ ഓരോ പേര് കൊടുക്കും. അത് ആ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ A-എന്നോ B-എന്നോ C-യോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ സെറ്റ്സിന്. ഇപ്പോൾ A= നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അതിനേക്കാൾ മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? N-ആണ്. എന്താ നാച്ചുറൽ നമ്പേഴ്സ്? കിടക്കുന്നു അല്ലേ. 1, 2, 3 etc. ദെൻ ഓൾ നമ്പേഴ്സ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ W. ക്ലിയർ ആയല്ലോ. ദെൻ റേഷണൽ നമ്പേഴ്സ്, അതിനെ ഡിനോട്ട് ചെയ്യാനാണ് Q എന്നുള്ള ലെറ്റർ ഉള്ളത്. ക്ലിയർ ആയില്ലേ? പിന്നെ ഇവിടെ നമ്മൾ എന്താണ് റേഷണൽ നമ്പേഴ്സ്? ഈ ഒരു ഫോമിലിരിക്കും അല്ലേ. P/Q where Q ≠ 0. അതൊരു ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും ഇരിക്കുക. ഇതിലൊരിക്കലും ഈ Q എന്ന് പറയുന്നത് ഇവിടെ ഇത് ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്ററും ആണ്. അതിനകത്ത് ഈ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, റേഷണൽ നമ്പേഴ്സ് എന്തിൻ്റെ ഫോമിലാണ്? P/Q where Q ≠ 0. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഇതിൽ വരുന്നത് ഈ നമ്പേഴ്സ് എല്ലാം വരും അല്ലേ. 0, -1, 2, then 1/2 ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരും.
കണ്ടോ? ഇപ്പോൾ ഈ ഒരു -1 എടുത്താലോ അതിൻ്റെ താഴെ എന്തുണ്ടെന്നാ മീനിങ് 1 ഉണ്ട്. ഈ 0 എടുത്താലോ, ഇനി ഇതാ 2 എടുത്താലോ 2ൻ്റെ അടിയിലും 1 ഉണ്ടെന്നാണ് റീസൺ. അപ്പോൾ ഇതുപോലെ വരുന്ന നമ്പേഴ്സിനെയൊക്കെ 1/2 അതുപോലെ ഫ്രാക്ഷൻസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എല്ലാം ഇതിനകത്തോട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആയില്ലേ? ഇനി ഇൻറ്റിജേഴ്സ് കേട്ടോ. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇൻറ്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്ററാണ് എന്താണ്? ഇസഡ്. സോ ആ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ദാ സെറ്റിനകത്തൊരു ഇൻറ്റിജേഴ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇസഡ് ഈക്വൽ ടു ദ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? -5, -4, -3, -2, -1, 0. ദെൻ 1, 2, 3. നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് സെൻറ്ററിൽ 0 കൊടുക്കും അല്ലേ? ദെൻ റൈറ്റ് സൈഡിലൊക്കെ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലൊക്കെ ആരായിരിക്കും? നെഗറ്റീവ്. സോ അതെല്ലാം കൂടി വരുന്നതായിരിക്കും ഇൻറ്റിജേഴ്സ് എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? ദെൻ റിയൽ നമ്പേഴ്സ് ഉണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? 6 എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. അതിൽ ഈ ഇപ്പം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പേഴ്സും കൂടെ ഉൾക്കൊള്ളുന്നതാണ് റിയൽ നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ? സോ ഒന്നുകൂടി ഇത് പറയുകയാണ്. നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മുടെ സെറ്റ്സിൽ ഡിനോട്ട് ചെയ്യാൻ എടുക്കും നമ്മൾ n എന്ന്, ഓൾ നമ്പേഴ്സിനെ W, റേഷണൽ നമ്പേഴ്സ് Q, ഇൻറ്റിജേഴ്സ് Z, ദെൻ റിയൽ നമ്പേഴ്സ് R. ക്ലിയർ ആയല്ലോ? സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് കേട്ടോ. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച്.